ഇതൊരു ബാലയ്യ പടം. നമ്മളൊരു അമിട്ട് പടം കാണാൻ പോകണമെന്ന് പറഞ്ഞ് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. നല്ല ఏ క్లాస్ మాస్ డైలాగులు. ఈ ప్రపంచంలో ఏ దేశం వెళ్ళినా మీకు అక్కడ కనిపించేది ఒక మతం. ఈ దేశంలో ఎడు చూసినా మీకు కనిపించేది ఒక ధర్మం. പുള്ളിക്ക് തൊണ്ട വേനയൊന്നും വരൂല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തോന്നുന്നു കാറല്ലടായി. നമ്മൾ കർപ്പൂരം വെച്ചിട്ട് ഇങ്ങനെ കാണിക്കൂലേ, കണ്ണ് വിടാതിരിക്കാൻ എന്തോ പറയുമല്ലേ, അതുപോലത്തെ ഒരു സാധനം ഇതിലുണ്ട്. ഞാൻ ചിരിച്ച് ചത്തത് കണ്ട് സത്യം. നരദൃഷ്ടി, പരദൃഷ്ടി, സമസ്ത ദൃഷ്ടി നശി. സിദ്ധനാ, മഹാസിദ്ധൻ. ബൗൺസിങ് യൂണിവേഴ്സ് ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു തട്ട് ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് തൊട്ടേനെ ഒന്ന് പറന്നേനെ, ആ ഒരു യൂണിവേഴ്സിലുള്ള ആൾക്കാരാണ്. മുറിഞ്ഞു വരുന്ന ഹെലികോപ്റ്ററിൻ്റെ ഫാനിനെ തൃശ്ശൂലം കൊണ്ട് തടഞ്ഞു നിർത്തി കാറ്റാടിയായിട്ട് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്. പുള്ളിയുടെ ഇന്റർവെല് ഒരു സാധനമുണ്ട്. പുള്ളി ഏതോ മലയിൽ പോയിട്ട് ഐസാവും, തപസ് ചെയ്ത് ഐസായിട്ട് നിൽക്കും. പുള്ളി തപസ് ചെയ്ത് പുള്ളി ഐസായിട്ട് നിന്നിട്ട് അതിൽ നിന്ന് പൊട്ടി പുള്ളി പറന്നു വരും ഉൽക്കയായിട്ട്. അഭിനയം എന്നൊക്കെ പറഞ്ഞ സീരിയൽ ലെവൽ ഞെട്ടൽ. വീരം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അത്ഭുതം. അറിയാതെടുത്തപ്പോ എന്തൊരു നവരസം. ഇങ്ങനെ വേണം അഭിനയിക്കാൻ. സിനിമയിലൊരു വേവ് ലെങ്ത് കിട്ടിയല്ലേ, അപ്പൊ ഇങ്ങനത്തെ പടമാണ്. അത് പോയി അതിൻ്റെതായ മര്യാദ കൊടുത്ത് കാണുക. നിങ്ങളുടെ അമേസിങ് എക്സ്പീരിയൻസ് താഴെ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ജയ് ബാലയ്യ.